ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ മേലെ കടയ്ക്കാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നല്ല അതിമനോഹരമായിട്ടുള്ള ആമ്പലേക്കം നിറഞ്ഞ ഒരു വലിയ കുളമുണ്ട് കേട്ടോ. ഇത് യഥാർത്ഥത്തിൽ വയലാണ്, പക്ഷേ ആ വയലിങ്ങനെ വെള്ളം നിറഞ്ഞ് അടിപൊളിയായിട്ട് കിടക്കുകയാണ്. പക്ഷേ വെള്ളം നിറഞ്ഞ് കിടക്കുന്നതിനെ കൊണ്ട് കൃഷിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ വേനൽ സമയം ആയതിനെ കൊണ്ട് ഇത് വന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ നിന്ന് പോകത്തില്ല. അത്രയ്ക്കും വൈബോട് കൂടിയ ഒരു അടിപൊളി സ്ഥലം. ഞാൻ ഈ നിൽക്കുന്ന സമയത്ത് തന്നെ നല്ല തണുത്ത കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേക സ്ഥലം ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഈ ഒരു ഏരിയ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വയലാണ് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ വയൽ. അപ്പോൾ ആ വയലിൻ്റെ ഇടയിലൂടെ ഒരു ചെറിയ റോഡുണ്ട് കേട്ടോ. അപ്പോൾ അതുവഴിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എൻ്റെ കാർ ഇതായി തെങ്ങിൻ്റെ ഇടയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. വീഡിയോ എടുക്കാനായിട്ട് പോലും തോന്നുന്നില്ല, അത്ര ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. പക്ഷേ ഈ ചൂട് സമയം ആയതിനെ കൊണ്ടാണ് ഇത്രയും വെള്ളം കുറവ്. മഴ ആയിക്കഴിഞ്ഞാണ്ട് ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലം തന്നെ മൊത്തത്തിൽ വെള്ളം കൊണ്ടിങ്ങനെ നിറയുമെന്നാണ് പറയുന്നത്. ഈ കുളത്തിൽ തന്നെ 2 ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ പഴഞ്ചിറ എന്ന് പറയും. അത് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് വരുമ്പോൾ തന്നെ കാണാം. പിന്നെ ഇത് കുറച്ച് ഉള്ളിലോട്ട് കയറി വന്നാലേ ഈ ഒരു ഭാഗത്തോട്ട് വരൂ. നമ്മൾ വരുന്ന മെയിൻ റോഡെന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ പുറകിലായിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ ഇത് ആ കാണുന്ന ആ ഒരു സൈഡിൻ്റെ പുറകിലായിട്ട് വരും. അപ്പോൾ വെള്ളിപ്പാട്ട് മൂല എന്നാണ് കറക്റ്റായിട്ടുള്ള ഈ ഒരു ലൊക്കേഷൻ്റെ പേരൊക്കെ പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ളൊരു പേരാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഇവിടെ നിന്ന് കുറേ ഉണ്ട് കാണാനായിട്ട്. നമുക്കിതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പോയി കാഴ്ചകൾ ഫുള്ളായിട്ട് കാണാം. ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഇവിടെ കൃഷി നടത്താനോ കാര്യങ്ങളൊക്കെ ഒന്നും പറ്റത്തില്ല. ഇവിടെ വർഷങ്ങളായിട്ട് ഇങ്ങനെ വെള്ളങ്ങൾ കയറി കിടക്കുകയാണ്. അതിനെക്കൊണ്ട് അവരിങ്ങനെ കളഞ്ഞിട്ടിരിക്കുകയാണ്. പക്ഷേ ഒരുപാട് ടൂറിസ്റ്റ് സാധ്യതകളുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്ത്. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ മൊത്തം ഇങ്ങനെ പാടങ്ങളാണ്. കൃഷി കാര്യങ്ങളൊന്നും ഇല്ലാതെ തോന്നുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഏക്കറോളം സ്ഥലത്ത് ഇങ്ങനെ പാടം നിരന്ന് കിടക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് അപ്പുറത്തുള്ള ഭാഗത്തുകൂടെയൊക്കെയാണ് നമ്മൾ NH66 ഒക്കെ കടന്നു പോകുന്നത് കേട്ടോ. ഈ ആലിൻ്റെ തൊട്ട് സൈഡിലായിട്ട് വണ്ടി ഇങ്ങനെ ഇട്ടേക്കുക. നല്ല തണലും നല്ല കാറ്റും. ഇവിടെ നിന്ന് ഇങ്ങനെ പോകാനേ തോന്നുന്നില്ല. അത്രയ്ക്കും സൂപ്പർ സ്ഥലം. ഈ തൊട്ടടുത്തായിട്ട് ഈ കാണുന്നതൊക്കെ ആമ്പലാണ് കേട്ടോ. വെളുവിള കാണുന്നുണ്ടല്ലോ, അതൊക്കെ ആമ്പലിങ്ങനെ നിറഞ്ഞ് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. തൊട്ടടുത്തൊരു പോത്ത് കിടക്കുന്നുണ്ട്. വെള്ളത്തിലിങ്ങനെ തണുത്ത് സുഖമായിട്ട് കിടക്കാം കേട്ടോ. ഇത് കുളമാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല. കറക്റ്റ് ഇതൊരു വയലാണ്. വയലിങ്ങനെ വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്. വലിയ താഴ്ചയൊന്നുമില്ല. പക്ഷേ ഇവിടത്തേക്കാട്ടി കൂടുതൽ സ്പെഷ്യലായിട്ടുള്ള വേറൊരു സ്ഥലമുണ്ട്. അവിടത്തേക്കാണ് ഞാൻ ഇനി പോകാനായിട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ നിന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ വരുമ്പോൾ വേറൊരു സംഭവത്തിനെ കണ്ടു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചേ പശുവോ വല്ലതും ആയിരിക്കുമെന്ന്. അപ്പോൾ ഇങ്ങനെ വന്ന് അടുത്ത് നോക്കുമ്പോഴാണ് ഒരു കുതിരയെ മേയാൻ വിട്ടേക്കുക. ഇവിടെ ആരോ വളർത്തുന്ന കുതിരയാണ്. ആശാൻ ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണ് മേയാനായിട്ട്. അപ്പോൾ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളിങ്ങനെ അടുത്തോട്ട് പോകും തോറും സൂപ്പറായിട്ടുള്ള വൈബാണ് കിട്ടിക്കൊണ്ടിരിക്കുന്ന. ആ വെള്ളം കെട്ടിക്കിടക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, സൂപ്പറായിട്ട് കാണാം. ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ ചുറ്റിക്കൊണ്ടൊരു ചെറിയൊരു റോഡ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡിലൊക്കെ ഒരുപാട് വീടുകളുണ്ട്. ഇത്രയും നല്ലൊരു മനോഹരമായ സ്ഥലത്ത് വീടൊക്കെ വെച്ച് ഇങ്ങനെ താമസിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ അടിപൊളി, ഒന്നും പറയാനില്ല. നമ്മൾ എത്ര പറഞ്ഞാലും ഈ സിറ്റിയിലൊക്കെ എത്ര താമസിച്ചാലും ഇവിടെ നിന്ന് വന്ന് താമസിക്കുന്നതിൻ്റെ തന്നെ ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്നതിൻ്റെ ആ ഒരു സുഖം എങ്ങും കിട്ടത്തില്ല. ശുദ്ധമായ വായു തന്നെ മെയിൻ. ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ കുതിര കയറും പൊട്ടിച്ച് പോകണം കേട്ടോ. ഒരു ചെറിയ എന്തോ സാധനത്തിലാണ് കെട്ടി വെച്ചിരുന്നത്. സംഭവം കുതിര ഒന്നും അറിയാതെ ഇങ്ങനെ മേഞ്ഞ് പോകാം. നോക്കുമ്പോൾ അവിടെ നിന്നൊരു കമ്പ് ഇങ്ങനെ പൊട്ടിയിട്ട് ആശാൻ്റെ കയറിൻ്റെ കൂടെ പോവാണ് കേട്ടോ. പക്ഷേ കുതിരയ്ക്ക് അറിയത്തില്ലല്ലോ ഞാനിപ്പോഴും അഴിഞ്ഞു പോയിരിക്കുവാണെന്ന്. പുല്ല് തിന്ന് പോവാണ് കേട്ടോ. അതിനെക്കൊണ്ട് ഇവിടെ നിന്ന് ആശാൻ അങ്ങനെ അങ്ങോട്ട് പോകാൻ ചാൻസ് ഇല്ല. ഈ പുല്ല് തിന്ന് തീരത്തില്ലല്ലോ. എന്തായാലും ഇങ്ങനെ വയറ് നിറയുന്നവരെ മേഞ്ഞ് നടക്കുമല്ലേ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു സ്ഥലമെന്ന് പറഞ്ഞ ആ ഒരു ഏരിയ. അവിടത്തേക്കാൾ എത്രയോ മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചയെന്ന് വെച്ചാൽ അല്ലേ.
വെള്ളം കിടക്കുന്നുണ്ടോ? ഈ ചൂട് സമയത്ത് ഒരു വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെയൊക്കെ ഇറങ്ങി കടവിലൊക്കെ ഇറങ്ങിയിട്ട് സൂപ്പറായിട്ട് മുങ്ങി കുളിക്കാം. എൻ്റെ പൊന്നെ എന്ത് സൂപ്പർ നോക്കിയേ. ഇവിടെയൊന്നും വലിയ ആഴമൊന്നുമില്ല കേട്ടോ, പക്ഷേ ഇവിടെ ഒരുപാട് ആഴങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗമൊന്നും വലിയ ആഴം കാണുന്നില്ല. മുന്നോട്ട് പോകും തോറും നല്ല കിടിലം ആഴമായിരിക്കും കേട്ടോ. അത്രയ്ക്കും കിട്ടുക്കാച്ചായിട്ടുള്ള സ്ഥലമാണ്. വെള്ളം അങ്ങനെ കെട്ടിക്കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഇറങ്ങിപ്പോവും. ഈ ഒരു ഭാഗത്തൊക്കെ ആൾക്കാർ വന്ന് ഇരിക്കാറുണ്ട് കേട്ടോ. ഇതൊരു ചെറിയ മുളങ്കാട് കണക്കുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് കമ്പൊക്കെ വെച്ച് കെട്ടി ചെറിയൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. കേട്ടോ കുപ്പികളൊക്കെ കിടക്കുന്നുണ്ടോ, ഒഴിഞ്ഞ കുപ്പികൾ, ഗ്ലാസ്സുകൾ. അപ്പോൾ ഇത് പ്രത്യേക വൈബാണ് കേട്ടോ ഇവിടെ. അതാണ് ഇത്രയും സംഭവമൊക്കെ കാണുന്നത്. ഇവിടെ മീൻ പിടുത്തമൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ചെറിയൊരു കമ്പി കസേര അവിടെ ഇരിക്കുന്നുണ്ട്, പഴയകാല കമ്പി കസേര. സംഭവം കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ കാണുന്ന കണക്കല്ല, കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ കയറി കിടക്കുകയാണ്. മഴ ഉള്ള ടൈമാണെങ്കിൽ ഇവിടെ ഫുള്ള് വെള്ളം കൊണ്ട് നിറയുമായിരിക്കും. ഇതുണ്ടോ, ആമ്പലോ താമരയാണ് ഈ കിടക്കുന്നത്. ഇവിടെയൊക്കെ നിന്നിട്ട് സത്യം പറഞ്ഞാൽ മതി വരുന്നില്ല. നല്ലൊരു കിടിലം മുളങ്കാടാട്ടോ. നമ്മളെ വീട്ടിലൊക്കെ നടുന്ന ടൈപ്പ് മുളങ്കാട്. ആരെങ്കിലും നട്ട് പിടിപ്പിച്ചതാണോ എന്ന് ഡൗട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വരാൻ ചാൻസ് കുറവാണ്. എന്തായാലും അടിപൊളി. കിടക്കാച്ച സാധനങ്ങൾ ഇതിൻ്റെ ഇടയിലൊക്കെ കിടപ്പുണ്ട്. വായിൽ കയറി കിടക്കുകയാണെങ്കിൽ അടിയിൽ കിടുന്ന മീനുകളായിരിക്കും ഉണ്ടാവുക. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ വരമ്പാണ് കാണുന്നുണ്ട്. അതിൽ കൂടെ നടന്ന് അങ്ങോട്ട് പോകാൻ പറ്റുന്നു. ഇതൊരു പഴയ പമ്പ് റൂമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൊട്ടിയ ഭാഗങ്ങളൊക്കെ കാണാം. ഇതാണ്ട ദ്രവിച്ച് തുടങ്ങിയ ഒരു ബിൽഡിങ്ങാണത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ മെയിൻ റോഡിൻ്റെ താഴെയായിട്ടാണ്. അവിടെ ബസ് വന്ന് നിൽക്കുന്നുണ്ടോ. ബസ്സിൽ വന്ന് കറക്റ്റ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മെയിൻ റോഡിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിറയൻകീഴ് ഭാഗത്തോട്ട് പോകാൻ പറ്റും. തിരിച്ച് ഈ ഒരു റൂട്ടെന്ന് പറഞ്ഞാൽ ആറ്റിങ്ങിലോട്ട് പോകുന്ന റൂട്ടാണ്. അപ്പോൾ രണ്ട് സൈഡാണത്. വരുന്നവർക്ക് എളുപ്പത്തിന് വരാൻ പറ്റും. ഈ ചാലിൻ്റെ ഇടയിലായിട്ട് 1-2 പേര് ഇരുന്ന് ചൂണ്ടയിടണം കേട്ടോ. ഇവിടെ നിന്നൊരു ചാല് കണക്ക് അങ്ങോട്ട് പോകുന്നുണ്ട് കണ്ടോ. ആ ഒരു സൈഡിലായിട്ട് 1-2 പേരുണ്ട് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുക. നിറച്ച് ആമ്പലോ താമരോ എന്തൊക്കെയോ കിടപ്പുണ്ട്. വൈകുന്നേരം ഒരു 3 മണിക്ക് ശേഷമൊക്കെ വരുന്നതായിരിക്കും ബെറ്റർ. ഒരു 5-6 മണി വരെയൊക്കെ അടിച്ച് പൊളിച്ചിട്ട് പോവാം. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലത്തേക്ക് ആർക്കും വരാം. എല്ലാവരും സുരക്ഷിതരായിട്ട് വന്ന് പോവുക. വെപ്രാളം കാണിച്ചുകൊണ്ട് വന്ന് കുഴികളിൽ ചാടരുത്. ഇതിനിടയിൽ ഒരുപാട് സ്ഥലങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്, അപകടക്കിണികൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള കിടിലം വീഡിയോകളുമായിട്ട് ഇനി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.